Xylem Classes by Dinit എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നീറ്റ് 2018 ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സീരീസ് ആയിട്ട്. അതിലെ മൂന്നാമത്തെ വീഡിയോയാണിത്. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 55 വരെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ആൻസർ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ 56 മുതൽ ബാക്കിയുള്ള ബയോളജി ക്വസ്റ്റ്യന് 90 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഈ ചാനലിൽ നിന്ന് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ചാനലിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ 5 സെക്കൻഡാണ് സമയം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ 5 സെക്കൻഡ് സമയം ആൻസർ നോക്കി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനലിലൂടെ വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്ന വീഡിയോസാണ് വരുന്നത്, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടുകൾ നമ്മളിപ്പോൾ തൽക്കാലം ഈ ചാനലിലൂടെ ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്കായിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടേക്ക്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 55 വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 56ാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ള 56ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഓർഗാനിസംസ് ആർ നോൺ ആസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ? പുതിയ സബ്സ്ക്രൈബേഴ്സിനോടായിട്ട് പറയാം, 5 സെക്കൻഡാണ് സമയം. ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ 5 സെക്കൻഡ് സമയം തരുന്നതാണ് നിങ്ങൾക്ക്. അതിൻ്റെ ആൻസർ ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ സൈനോബാക്ടീരിയം, സെക്കൻഡ് വൺ ഡയറ്റംസ്, തേർഡ് വൺ ഡൈനോഫ്ലജല്ലേറ്റ്സ് ആൻഡ് ഫോർത്ത് വൺ യുഗ്ലിനോയിഡ്. 5 സെക്കൻഡ് സമയം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്, കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 56ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. 56ാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്ന് വെച്ചിട്ട് സ്പീഡിലാണ് പോകുന്നത്. 35 ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പോകുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫീച്ചേഴ്സ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എ മെയിൽ കോക്രോച്ച് ഫ്രം എ ഫീമെയിൽ കോക്രോച്ച്? ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഫോർവിങ്സ് വിത്ത് ഡാർക്ക് ടെഗ്നിയ, സെക്കൻഡ് ഓപ്ഷൻ പ്രസൻസ് ഓഫ് കാസ്ക്യുലൽ സ്റ്റൈൽ, തേർഡ് വൺ presence of a board-shaped sternum on the 9th abdominal segment, fourth option presence of anal series. നമ്മുടെ 5 സെക്കൻഡ് സമയമാണ് ഇപ്പം. 57ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് വൺ ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആനിമൽസ് does not undergo metamorphosis? Options: first one moth, second one tunicate, third one earthworm, fourth one starfish. 58ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തേർഡ് വൺ ആണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which one of these animals is not a homeotherm? Options: first one Camillus, second one Chelone, third one Macropus, fourth one Pisticula. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 59ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് വൺ ആണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ അതിന്
എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഓരോ കമൻറ്റിലൂടെയാണ് എനിക്ക് അടുത്ത വീഡിയോ ഇനിയിപ്പോൾ എങ്ങനത്തെയാണ് ചെയ്യേണ്ടത്, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The transplant lens in the human eye is held in its place by options നോക്കാം. Smooth muscles attached to the iris, second option. Ligament attached to the iris, third option. Ligaments attached to the ciliary body, fourth one. Smooth muscles attached to the ciliary body. 5 സെക്കൻഡ് സമയം കുറവാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരം ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്നോടെ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കണമെങ്കിൽ വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following structure or regions is incorrectly paired with its function? Options നോക്കാം. First one, hypothalamus, production of releasing hormones and regulation of temperature, hunger and thirst. Second option, lymphatic system, consists of fiber tracts that interconnecting different regions of brain, controls movement. Third one, medulla, controls respiration oblongata and cardiovascular reflex. Fourth one, corpus, band of fibers, callosum connecting left and right cerebral hemispheres. ഇത് ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം വേണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഒരു 5 മിനിറ്റിലും കുറച്ച് സമയം കൂടി ഞാൻ ഇതിൽ തരികയാണ്. അപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ +1 അത് പഠിക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് 10 ഈ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലിംഫാറ്റിക് സിസ്റ്റം ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഹോർമോൺസ് ക്യാൻ പ്ലേ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ osteoporosis? First one, estrogen and parathyroid hormone. Second one, progesterone and aldosterone. Third one, aldosterone and prolactin. Fourth one, parathyroid hormone and prolactin. നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുക. ഫസ്റ്റ് വൺ ആണ് 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ? ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ, എസ്ട്രാഡിയോൾ. സെക്കൻഡ് വൺ, ഇഡിസോൺ. തേർഡ് വൺ, എപ്പിനെഫ്രിൻ. ആൻഡ് ഫോർത്ത് വൺ, എസ്ട്രോയോൾ. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ 63ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തേർഡ് വൺ ആണ്. 63ാമത്തെ ആൻസർ എപ്പിനെഫ്രിൻ. ഈ പേരായിരിക്കില്ല നമ്മൾ കേട്ടിട്ടുണ്ടാവുക, ബാക്കി പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ബുക്കിലുള്ള ടേംസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. NCERT നിങ്ങൾ ഒരു 2-3 വട്ടം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കണം. 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മാക്സിമം ക്ലിയർ ആകാൻ പാകത്തിനാണ് ഞാൻ പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ 54ാമത്തെ ക്വസ്റ്റ്യൻ, match the items given in the column 1 with those in the column 2 and select the correct options given below. Column 1, glycosuria. Column 2, accumulation of uric acid in joints. Column 1, gout. Second column, mass of crystal salt within the kidney. First column, renal calculi. Second column, inflammation of glomeruli. First column, glomerulus nephritis. Second column,
presence of glucose in urine? അപ്പോൾ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ എ സെക്കൻഡ്, ബി തേർഡ്, സി ഫസ്റ്റ് വൺ, ഡി ഫോർത്ത് വൺ. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എ ഫസ്റ്റ് വൺ, ബി സെക്കൻഡ് വൺ, സി തേർഡ് വൺ, ഡി ഫോർത്ത് വൺ. തേർഡ് ഓപ്ഷൻ എ തേർഡ് വൺ, ബി സെക്കൻഡ് വൺ, സി fourth one, D first one. Fourth option A fourth one, B first one, C second one and D third one. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിക്കുക. 64ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ match the items given in the column 1 with those in the column 2 and select the correct options given below. First column function ആണ്. Second column parts of excretory system ആണ്. First column A ultrafiltration, second column Helen's loop, first column B concentration of urine, second one urethra, first column C transport of urine, second column third one urinary bladder, first column D storage of urine, second one, fourth one Malpighian corpus, and I do have option in the fifth one Pramoxal convolute tube. And options വായിക്കാം. First one A fourth, A fifth one, B fourth one, C first one, D second one. Second option A fourth one, B first one, C second one, D third one. Third option A fourth one, B fifth one, C second one, D third one. Fourth option A fifth one, B fourth one, C first one and D third one. ഇത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ് ഇതും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ഇതിലൊരു ഇച്ചിരി ടൈം ചെക്കുള്ള വരാം. നിങ്ങൾക്കപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾക്ക് ഞാൻ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കിയേക്കുക. 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ സ്പീഡിൽ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു 35 ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബയോളജിയുടെ സെക്ഷൻ തീർക്കാനായിട്ട്. അപ്പോൾ 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഗ്യാസ്ട്രിക് സെൽസ് ഇൻഡയറക്ട്ലി ഹെൽപ്പ് ഇൻ ദ എറിത്രോസ്പോസിസ്? Options: first one globulate cells, second one mucous cells, third one Chief cells, fourth one parental cells. അപ്പോൾ നമുക്ക് 66ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. യൂസ്ഫുൾ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരിലേക്ക്, ഒത്തിരി പേര് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പോൾ റിവിഷനാണ് നമുക്ക് ഇനി ആവശ്യം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ഒത്തിരി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി ഐറ്റംസ് ഗിവൺ ഇൻ ദി കോളം 1 വിത്ത് ദോസ് ഇൻ ദി കോളം 2 ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഫസ്റ്റ് കോളം A fibrinogen, second one osmotic balance, second column ആട്ടോ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് കോളം B globulin, second column second blood clotting, first column C albumin,
Second column, third one, defense mechanism. Options നോക്കാം. First one, A, 1, B, 3, C, 2. A, first one, B, second one, C, third one. And option 3, A, third one, B, second one, C, first one. And fourth option, A, second one, B, third one, C, and C, first one. 5 സെക്കൻഡ് സമയം കുറവാണെന്ന് എനിക്ക് പറയാം. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും സമയം വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽസ്യം ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ skeletal muscles construction because it, options, first one, detaches the myosin head from the actin filament. Second one, activates the myosin ATPase by the bending to it. Third one, bends to thrombin to remove the masking of active site on actin for myosin. Fourth option, prevent the formation of bonds between the myosin cross bridges and the actin filaments. നിങ്ങൾ ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കുക. ശരിയായി കറക്റ്റായിട്ട് നിങ്ങൾ വായിക്കുക. ഇത് ഇച്ചിരി കൺഫ്യൂസ്ഡ് പോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തേർഡ് വൺ ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ occupational respiratory disorder? First options, first one, botulism, second one, silicosis, third one, anthracis, fourth one, emphysema. Second one ആണ് 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഓപ്ഷൻസ്, ഫസ്റ്റ് വൺ, ഗ്ലൈക്കോസിസ് ഓപ്പറേറ്റ്സ് along as it is supplied with NAD that can pick up hydrogen atoms. Second option, glycosis occurs in cytosol. Third option, enzyme of TCA cycle are present in mitochondrial matrix. Fourth option, oxidative phosphorylation take place in outer mitochondrial membrane. നീറ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും ഉള്ള സമയം കൊണ്ട് കറക്റ്റ് ഒരു 2-3 തവണയെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കണം. 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോർത്ത് വൺ ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Nissl bodies are mainly composed of, options, first one, nucleic acid and SER, second option, DNA and RNA, third option, proteins and lipids, fourth one, free ribosomes and RER. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. എഴുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതും ഫോർത്ത് വൺ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. ഓപ്ഷൻസ്, ഫസ്റ്റ് വൺ, സബ് മെറ്റാസെൻട്രിക് ക്രോമസോംസ്. അതിൻ്റെ കൂടെയുള്ളത് എൽ ഷേപ്ഡ് ക്രോമസോംസ്. സെക്കൻഡ് ഓപ്ഷൻ, അലോസോംസ്. അതിൻ്റെ കൂടെയുള്ളത് സെക്സ് ക്രോമസോംസ്. തേർഡ് വൺ, ലാംപ്രഷ് ക്രോമസോംസ്. അതിൻ്റെ കൂടെയുള്ളത് ഡിപ്ലോട്ടൈൻ ബൈവാലൻസ്. ഫോർത്ത് ഓപ്ഷൻ, പൊളിത്തീൻ ക്രോമസോംസ്. oocytes ഓഫ് ആംഫിബിയൻസ്. ഇപ്പോൾ എന്തെങ്കിലും പ്രൊനൗൺസിയേഷനൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ
അതും ഫോർത്ത് വൺ തന്നെയാണ്. ക്വസ്റ്റ്യൻ, many ribosomes may associate with a single mRNA to form multiple copies of a polypeptide simultaneously. Such strains of ribosomes are termed as options. First one, plastidomi. Second option, polyhedral bodies. Third option, polysome. Fourth option, nucleosomes. ഇതിൽ നമ്മൾ എല്ലാം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. തേർഡ് വൺ ആണ് 73ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 74ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇവന്റ്സ് ഡസ് നോട്ട് ഒക്കേഴ്സ് ഇൻ റഫ് എൻഡോസ്പെർമിക് റെക്ടിക്കുലം? ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലീവേജ് ഓഫ് സിംഗിൾ പെപ്റ്റൈഡ്. സെക്കൻഡ് വൺ, പ്രോട്ടീൻ ഗ്ലൈക്കോസിഡേഷൻ. തേർഡ് വൺ, പ്രോട്ടീൻ ഫോൾഡിംഗ്. ഫോർത്ത് വൺ, ഫോസ്ഫോലൈഡ് സിന്തസിസ്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ടേംസ് ഡിസ്ക്രൈബ് ദ ഹ്യൂമൻ ഡെന്റിഷൻ? ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലൂറോഡെന്റ്, മോണോഫയോഡെന്റ്, ഹോമോഡെന്റ്. സെക്കൻഡ് ഓപ്ഷൻ, ticodent, diffeodent, heterodent. Third option, ticodent, diffeodent, homodent. Fourth option, pleurodent, diffeodent, heterodent. 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ നോക്കാം. ഇത് സെക്കൻഡ് വൺ ആണ് 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a growing population of a country. Options. First one, reproductive and pre-reproductive individuals are same in number. Second option, reproductive individuals are less than the post-reproductive individuals. Third one, pre-reproductive individuals are more than the reproductive individuals. Fourth one, pre-reproductive individuals are less than the reproductive individuals. ഇത് ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്ത് ആണെങ്കിലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എളുപ്പം നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തേർഡ് വൺ ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 77ാമത്തെ ക്വസ്റ്റ്യൻ, match the items given in the column 1 with those in the column 2 and select the correct options given below. Column 1, A, eutrophication. Column 2, first one, UVB radiation. B, sanitary landfill. Column 2, second, deforestation. Column 1, C, snow blindness. Column 2, third one, nutrient enrichment. ഇപ്പോൾ കറണ്ട് പോയി, അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ഡിം ആയത്, എന്നാലും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. Column 1, D, gem cultivation. Column 2, waste disposal. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, A, third one, B, fourth one, C, first one, D, second one. Second option, A, first one, B, third one, C, fourth one, D, second one. Third option, A, second one, B, first one, C, third one, D, fourth one. Fourth option, A, first one, B, second one, C, fourth one, D, third one. ഇപ്പോൾ 77ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിനകത്ത് രണ്ട് സിമിലർ ആയിട്ട് തരുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഏതാണോ രണ്ടെണ്ണം സിമിലർ ആയിട്ട് തരുന്നത് അതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ 77ാമത്തെ അതൊരു ചെറിയ ടിപ്പാണ്. അപ്പോൾ 77ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ
ഫസ്റ്റ് വൺ ആണ് 77ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്ക് 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് പോപ്പി പ്ലാന്റ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റൈനിങ് ദ ഡ്രഗ് സ്മാക്ക്? അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ റൂട്ട്, സെക്കൻഡ് വൺ ലാക്ടസ്, തേർഡ് വൺ ഫ്ലവേഴ്സ്, ഫോർത്ത് വൺ ലീവ്സ്. ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. 78ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സെക്കൻഡ് വൺ ആണ്. 78ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ സയൻസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്? ഫസ്റ്റ് വൺ parasitism, second one mutualism, third one commensalism and fourth one amensalism. അപ്പോൾ 79ാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ് അതിൻ്റെ ആൻസർ. 80ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ ദ ഫോളോവിങ് ആർ ഇൻക്ലൂഡിംഗ് ഇൻ എക്സ്ക്യൂട്ട് കൺസർവേഷൻ എക്സ്പെക്ട്. ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ ബയോളജിക്കൽ ഗാർഡൻ, സെക്കൻഡ് വൺ sacred groves, third one wildlife safari parks and fourth one seed bank. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് വൺ ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ദ പ്ലാസെന്റ അറ്റ് മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി ആർ? ഫസ്റ്റ് വൺ HCG, HPL, progesterone, estrogen. Second option HCG, HPL, estrogen, relaxing, oxytocin. Third option HCG, HPL, progesterone, prolactin. Fourth option HCG, progesterone, estrogen and glucocorticoids. ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അല്ല, 81ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. നമുക്ക് 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺട്രസെപ്റ്റീവ് സഹേലി. ഫസ്റ്റ് വൺ ഈസ് ആൻ IUD. സെക്കൻഡ് ഓപ്ഷൻ increase the concentration of estrogen and prevent ovulation in females. Third option block estrogen receptors in uterus, preventing eggs from getting implanted. Fourth option is a post-coital contraceptive. Options വായിച്ചു നോക്കുക. 82ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ തേർഡ് വൺ ആണ്. 82ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ spermiogenesis and spermatogenesis is? Options. First one, in spermiogenesis, spermatozoans from Sertoli cells are released into the cavity of seminiferous tubules, while in spermation, spermatozoans are formed. Second option, in spermiogenesis, spermatozoans are formed, while in spermation, spermatids are formed. Third option, in spermiogenesis, spermatids are formed, while in spermation, spermatozoans are formed. Fourth option, in spermiogenesis, spermatozoans are formed, while in spermation, spermatozoans are released from Sertoli cells into the cavity of seminiferous tubules. വായിക്കുക. ഓപ്ഷൻസ് ഇച്ചിരി വലുതാണ്. 83ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫോർത്ത് വൺ ആണ്. 83ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ amnion ഓഫ് mammalian embryo is derived from? First option mesoderm and trophoblast. Second one
endodermis and mesoderm. Third one, ectodermis and mesoderm. Fourth one, ectoderm and endoderm. Dermis അല്ല derm ആയിരുന്നു, സോറി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. Clarity of bones structure in the forelimbs of many vertebrates is an example of options. First one, convergent evolution. Second one, analogy. Third one, homology. Fourth one, adaptive radiation. 85ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ തേർഡ് വൺ ആണ്. 85ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഡിസീസ് ഡസ് മോസ്കിറ്റോ ട്രാൻസ്മിറ്റഡ് പതോജൻസ് കോസ്ഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ്? ഫസ്റ്റ് വൺ, ringworm disease. Second one, ascariasis. Third one, elephantiasis. And fourth one, amoebiasis. നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡിസീസിൻ്റെ വരുമ്പോൾ. കാരണം മോസ്കിറ്റോ 2-3 ഡിസീസുകൾ പരത്തുന്നുണ്ട്. ക്യുലക്സ്, പിന്നെന്താ ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോസ്കിറ്റോസ് പരത്തുന്ന ഡിഫറെൻറ്റ് ഡിസീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരിക്കണം. 86ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. 86ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എലിഫന്റിയാസിസ് ആണ്. മലേറിയയും അതേപോലെ മോസ്കിറ്റോയാണ് പരത്തുന്നത്. അപ്പോൾ നിങ്ങൾ മോസ്കിറ്റോ ഒക്കെ പരത്തുന്ന ഡിസീസിനൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരിക്കണം. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? ഫസ്റ്റ് ഓപ്ഷൻ, അൾഷിമേഴ്സ് ഡിസീസ്. സെക്കൻഡ് വൺ, റിമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. Third one, psoriasis. Fourth one, vitiligo. പ്രൊനൗൺസിയേഷനൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. 87ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. 87ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് characteristics represent inheritance of blood groups in human? A, dominance. B, codominance. C, multiple alleles. D, incomplete dominance. E, polygenetic inheritance. For options നോക്കാം. First one, B, D and E. Second option, A, B and C. Third option, B, C and E. Fourth option, A, C and E. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇത് ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിന് കാരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 88ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. 88ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Among the following set of examples for divergent evolution, select the incorrect option. Options വായിക്കാം. First one, brain of bat, man and cheetah. Second one, heart of bat, man and cheetah. Third one, forelimbs of man, bat and cheetah. Fourth option, eye of octopus, bat and man. 89ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർഷൻ ഓഫ് മിൽക്ക് ടു കർഡ് ഇംപ്രൂവ് ഇറ്റ്സ് ന്യൂട്രീഷണൽ വാല്യൂ ബൈ ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ഓപ്ഷൻസ് നോക്കാം. വൈറ്റമിൻ B12. സെക്കൻഡ് ഓപ്ഷൻ വൈറ്റമിൻ A. തേർഡ് ഓപ്ഷൻ വൈറ്റമിൻ D ആൻഡ് ഫോർത്ത് ഓപ്ഷൻ വൈറ്റമിൻ E. അപ്പോൾ നമ്മുടെ ഈ സെക്ഷനിൽ ബയോളജിയുടെ സെക്ഷൻ നമ്മുടെ ഈ തിയറിയാണ് 2018 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 90 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബയോളജിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ തിയറിയാണ്.
അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഓരോന്ന് സീരീസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്, ഒറ്റ ഒരു വീഡിയോയിൽ തീർക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഒത്തിരി ലെങ്ത് ആയി പോകും വീഡിയോ. ഇപ്പോൾ ഇത് തന്നെ ഒരു 10, 20, 25 മിനിറ്റ് കൂടുതൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഓരോരോ സീരീസ് സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിൻ്റെ അപ്പം അടുത്ത നാളെ അല്ലെങ്കിൽ നാളത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോളുക. ഫിസിക്സിനെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ റിവിഷൻ മാത്രമാണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ വെച്ച് റിവിഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് 90ാമത്തെ ആൻസറും കൂടെ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആണ്, വൈറ്റമിൻ B12. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.